ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയം കുറച്ച് നേരം വചനം കേൾക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. യേശു നാമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. യേശുവെന്ന് പേരിടണം. അപ്പോൾ ഈ യേശു എന്ന നാമം എന്ന് പറയുന്നത് അത് പിതാവായ ദൈവം നൽകിയ ഒരു നാമമാണ്. യേശു എന്ന നാമം പിതാവായ ദൈവം നൽകിയ നാമമാണ് യേശു എന്ന നാമം. അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയ നാമമാണ് യേശു നാമം. ഈ യേശു നാമം എന്ന് പറയുന്നത് അത് വലിയ ശക്തിയുള്ള നാമമാണ്, വലിയ അഭിഷേകമുള്ള നാമമാണ്. ഈ ഭൂമിയിൽ നമുക്ക് നൽകപ്പെട്ട, രക്ഷയ്ക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് യേശു എന്ന നാമം. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ദൂതൻ പറയുന്നതാണ് എങ്ങനെയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. പിതാവായ ദൈവം പറഞ്ഞതനുസരിച്ച് ഇടാൻ പറഞ്ഞ പേരാണ് യേശു എന്ന പേര്. അപ്പോൾ ഈ പേര് വളരെ അഭിഷേകമുള്ള ഒരു പേരാണ്. രണ്ടാമതായിട്ട് നമ്മൾ ഈ യേശു നാമത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ എല്ലാ നാമത്തിലും ഉപരിയായ നാമമാണ് യേശുനാമം. എല്ലാ നാമത്തിലും ഉപരിയായ നാമമാണ് യേശുനാമം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിന് 9-ാമത്തെ തിരുവചനത്തിൽ വചനം പറയുകയാണ്, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അപ്പോൾ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് ഈ യേശു എന്ന. സ്വർഗത്തിലും ഭൂമിയിലും ഇവിടെ എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമമാണ് യേശു എന്ന നാമം. അപ്പം അതിനു മേളിൽ അധികാരമുള്ള വേറൊരു നാമം ഇല്ല. ഹല്ലേലൂയ. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ മുകളിലുള്ള നാമമാണ് യേശു എന്ന നാമം. അത് പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയ നാമമാണ് യേശു എന്ന നാമം. പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയ നാമമാണ് യേശു നാമം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ തിരുവചനം പറയാണ്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമം എന്ന് പറയുന്നത് പിതാവായ ദൈവം മഹത്വപ്പെടുത്തിയ നാമമാണ് ഈശോയുടെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവം ഈശോയ്ക്ക് നൽകിയ നാമം, ആ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ നാമത്തിനും ഉപരിയായ നാമമാണ് യേശു നാമം. ഈ യേശു നാമം കേൾക്കുമ്പോൾ, യേശു നാമം നമ്മൾ ഉച്ചരിക്കുമ്പോൾ, യേശു നാമം നമ്മൾ പറയുമ്പോൾ പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്ന നാമമാണ് യേശു നാമം. പിശാചുക്കൾ ഇത്രയും ഭയപ്പെടുന്ന വേറൊരു നാമം ഈ ലോകത്തിലില്ല. ഹല്ലേലൂയ. ഈ നാമം ഉച്ചരിക്കുന്ന സമയത്ത് പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്നു എന്നാണ് വചനം പറയുന്നത്. പിശാചുക്കൾ ഞെട്ടിവിറയ്ക്കുന്നു. അതാണ് ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനത്തിൽ വചനം പറയാണ്, ഈശോ ശിഷ്യന്മാരെ നാനാ ദിക്കുകളിലേക്ക് 72 ശിഷ്യന്മാരെ പറഞ്ഞയച്ചു, നിങ്ങൾ എല്ലായിടത്തും പോയി വചനം പ്രസംഗിക്കുക, നിങ്ങൾ പിശാചുകളെ ബഹിഷ്കരിക്കുക, രോഗികളെ സുഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞ് ഈശോ ഈ പിശാചുകളെ ബഹിഷ്കരിക്കാനൊക്കെ അധികാരം നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ പലയിടങ്ങളിലേക്ക് അയച്ചു. അങ്ങനെ അവർ തിരിച്ചു വന്നിട്ട് ഈ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നത് എങ്ങനെയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ഹല്ലേലൂയ. കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ ഈശോ പറയുന്നത് ഇങ്ങനെയാണ്, ഈശോ അവരോട് പറയുകയാണ്, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. അവിടെ പറയുകയാണ്, ഈശോ തൻ്റെ ശിഷ്യന്മാരെ 2 പേരായി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും അയച്ചു. അവർ പോയി യേശു പറഞ്ഞതുപോലെ ചെയ്തു, പ്രസംഗിച്ചു, പ്രാർത്ഥിച്ചു, ജനത്തെ ഒരുക്കി. എന്നിട്ട് അവർ തിരിച്ചു വന്ന് ഈശോയോട് പറയാണ്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുക മാത്രമല്ല ചെയ്തത്, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അപ്പോൾ പിശാചുക്കൾ യേശുവിൻ്റെ നാമം കേൾക്കുമ്പോൾ ഞെട്ടിവിറയ്ക്കും. അത് പിശാച് ഭയപ്പെടുന്ന നാമമാണ് യേശു എന്ന നാമം. അപ്പോൾ നമ്മൾ ഈ യേശു നാമത്തിൽ പിശാചിനോട് കൽപ്പിച്ചു കഴിയുമ്പോൾ പിശാച് അവിടെ നിൽക്കാനായിട്ട് പിശാചിന് പറ്റത്തില്ല. അതുപോലെ പിശാചുകൾ ഞെട്ടി വിറയ്ക്കുന്ന നാമമാണ്
യേശുവിൻ്റെ നാമം. അടുത്തതായിട്ട് ഈ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർഗത്തിൻ്റെ നാമം സ്വർഗത്തിൻ്റെ വാതിൽ നമുക്ക് മുൻപിൽ തുറക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. അവിടെ വചനം പറയണം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക്. അപ്പോൾ സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് യേശു എന്ന നാമം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യേശു നാമത്തിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട്. യേശു നാമത്തിൽ വേണം നമ്മൾ പിതാവിനോട് ചോദിക്കാനായിട്ട്. യേശു നാമത്തിൽ വേണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടും. പിതാവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഹല്ലേലൂയ. അപ്പം അങ്ങനെ യേശു നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ തിരുവചനം വചനം പറയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടും. പിതാവ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും. അങ്ങനെ ഈശോയുടെ നാമത്തിൽ നമുക്ക് ചോദിച്ചാൽ നമുക്കത് ലഭിക്കും എന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം വചനം പറയുകയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഈശോയുടെ നാമത്തിൽ വേണം നമ്മൾ ചോദിക്കാൻ. ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗം നമ്മുടെ മുൻപിൽ തുറക്കപ്പെടും. അതാണ് ഈ വചനങ്ങളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുന്നത്. അടുത്തതായിട്ട് ഈ ഈശോയുടെ നാമം എന്ന് പറയുന്നത് നമ്മൾ ദൈവമക്കളാക്കുന്ന നാമമാണ്. ഈശോയുടെ നാമം, യേശുവിൻ്റെ നാമം നമ്മൾ ദൈവമക്കളാക്കുന്ന നാമമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം വചനം പറയാണ്, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് അവിടുന്ന് നൽകി. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്ന നാമമാണ് യേശുനാമം. തന്നെ സ്വീകരിച്ചവർക്ക്, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ഒരു വ്യക്തി ഈശോയുടെ നാമത്തെക്കുറിച്ച് കേട്ട് ഈശോയുടെ നാമത്തിൽ പ്രത്യാശ വെച്ചാൽ, ഈശോയുടെ നാമം വിളിച്ചപേക്ഷിച്ചാൽ, ഈശോയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈശോയുടെ നാമത്തിൽ പ്രത്യാശ വെച്ചാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ മകനായിട്ട്, ദൈവത്തിൻ്റെ മകളായിട്ട് മാറും. ഹല്ലേലൂയ. ഈശോയുടെ നാമം ഒരു വ്യക്തിയെ ദൈവമകനും ദൈവമകളുമാക്കി തീർക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ തന്നെ വിശ്വസിച്ചവർക്ക്, തന്നെ സ്വീകരിച്ചവർക്ക് ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന് വചനം പറയുകയാണ്. അപ്പോൾ ഈശോയുടെ നാമം നമ്മളെ ദൈവമക്കളാക്കി തീർക്കുന്ന നാമമാണ്. അടുത്തതായിട്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുന്നത് പാപമോചനം നൽകുന്ന നാമമാണ് യേശുനാമം. ഈശോയുടെ നാമം നമ്മുടെ പാപം മോചിക്കുന്ന, നമുക്ക് പാപമോചനം നൽകുന്ന നാമമാണ് ഈശോയുടെ നാമം എന്ന് പറയുന്നത്. അതാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വചനം പറയാണ്, നീ അവന് യേശു എന്ന് പേരിടണം. അവളൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. യേശു തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും എന്ന് വചനം പറയാണ്. അപ്പോൾ നമുക്ക് പാപമോചനം നൽകുന്ന നാമമാണ് യേശുനാമം. ഈ ലോകത്തിൽ ആരൊക്കെയുണ്ട് അവർക്കെല്ലാം പാപമോചനത്തിനായി നൽകപ്പെട്ട നാമമാണ് യേശുനാമം. അത് വചനത്തിൽ കൃത്യമായിട്ട് പറയണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ഹല്ലേലൂയ. വേറെ ആരുടെ നാമത്തിനും ഈ പാപത്തിൽ നമ്മളെ മോചിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഒരേ ഒരു വ്യക്തി, അത് യേശുവിൻ്റെ നാമത്തിന് മാത്രമേ നമ്മുടെ പാപം മോചിക്കാൻ അധികാരമുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ നാമമാണ്, യേശുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ പാപങ്ങൾ
മോചിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി പാപം ചെയ്തു, പക്ഷേ ആ വ്യക്തി ഈശോയുടെ നാമത്തിൽ അനുതപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അനുതപിക്കുമ്പോൾ ഈശോയുടെ നാമത്തിൽ ആ വ്യക്തിക്ക്, ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് പാപക്ഷമയുണ്ട്. ഹല്ലേലൂയ. ആ വ്യക്തിക്ക് പാപമോചനമുണ്ട്. ആ വ്യക്തിക്ക് പാപത്തിൽ നിന്ന് വിടുതലുണ്ട്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പാപമോചനം നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം അതിന് 43-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം അതിന് 43-ാമത്തെ തിരുവചനം. നമ്മുടെ വചനം പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം പറഞ്ഞിരുന്നത് ഇങ്ങനെ, ഈശോയുടെ നാമം വഴി എല്ലാവരും പാപമോചനം നേടുമെന്നാണ് പ്രവാചകന്മാർ പറഞ്ഞത്. അത് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ ഇങ്ങനെ പ്രത്യേകം അതിനെടുത്ത് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും, യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമത്തിലാണ് എല്ലാവരും പാപമോചനം ചെയ്യുന്നത്. വേറെ ആർക്കും നമ്മളെ പാപത്തിൽ നിന്ന് മോചിക്കാനായിട്ട് സാധിക്കില്ല. ഈശോയ്ക്ക് മാത്രം, ഈശോയുടെ നാമത്തിൽ മാത്രമാണ് നമ്മൾ പാപമോചനം സ്വീകരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഈശോയുടെ നാമത്തിൽ വിശ്വസിച്ചാൽ, ഈശോയെ ഏറ്റുപറഞ്ഞാൽ, ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചാൽ ആ വ്യക്തിക്ക് പാപക്ഷമയുണ്ട്, പാപത്തിൽ നിന്ന് വിടുതലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ അതാണ് പാപത്തിൽ നമുക്ക് മോചനം നൽകുന്ന നാമമാണ് യേശു എന്ന നാമം. അടുത്തതായിട്ട് നമുക്ക് രോഗശാന്തി നൽകുന്ന നാമമാണ് യേശുനാമം. അനേകർക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകുന്ന, വിടുതൽ നൽകുന്ന നാമമാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. നമുക്ക് സൗഖ്യം നൽകുന്ന നാമമാണ് യേശുനാമം. രോഗശാന്തി നൽകുന്ന നാമമാണ് യേശുനാമം. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, അവിടെ പത്രോസും യോഹന്നാനും കൂടി ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സുന്ദര കവാടത്തിനടുത്ത് ഒരു മനുഷ്യനിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. മുടന്തനായിട്ടുള്ളൊരു മനുഷ്യനിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. അപ്പോൾ അവിടെ ആ മനുഷ്യനിരുന്ന് ഇപ്രകാരം ഭിക്ഷയ്ക്ക് വേണ്ടി യാചിക്കുമ്പോൾ, എനിക്ക് വല്ലതും തരണേ, ഇങ്ങനെ ഭിക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്ന സമയത്ത് പത്രോസ് യോഹന്നാനും അവരുടെ നേരെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, വെള്ളിയോ സ്വർണ്ണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്ന നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ നിമിഷം തന്നെ ആ മുടന്തൻ, അവൻ്റെ കണങ്കാലുകൾ ബലം പ്രാപിച്ച് അവൻ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അവൻ സൗഖ്യം പ്രാപിക്കുന്നത്. അത് പിന്നീട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ അപ്പസ്തോലന്മാർ, പ്രത്യേകിച്ച് പത്രോസും യോഹന്നാനും ഇങ്ങനെ ന്യായാധിപന്മാരുടെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും ഓടിക്കൂടി ഇങ്ങനെ അതിശയത്തോടെ നോക്കുമ്പോൾ, ഈ പത്രോസും യോഹന്നാനും അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ തിരുവചനം വചനം പറയുകയാണ്, അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവൻ്റെ നാമത്തിലുള്ള വിശ്വാസം മൂലം, അവൻ്റെ നാമമാണ് നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ സുഖപ്പെടുത്തിയത്. അവനിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് ഈ മനുഷ്യന് പൂർണ്ണ ആരോഗ്യം പ്രദാനം ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസമാണ് ആ മനുഷ്യനെ സൗഖ്യം നൽകിയത്, ആ മനുഷ്യനെ മുടന്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് ഈ പത്രോസും യോഹന്നാനും ആ ജനമധ്യത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്, നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് രോഗശാന്തി ലഭിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. നമ്മൾ വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് സൗഖ്യം കിട്ടില്ല. യേശുവിൻ്റെ നാമത്തിലാണ് നമുക്ക് സൗഖ്യമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവോടെ നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മളിപ്പോൾ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പോൾ ഈ യേശുനാമ ശക്തി പുസ്തകമൊക്കെ അച്ഛൻ അത് അനേകരിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിച്ചു. ആ പുസ്തകം വഴിയൊക്കെ ഒത്തിരിയേറെ പേര് അത് ആ വചനം വായിച്ച്, ആ വചനം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരിയേറെ പേരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കാൻ ഇടയായത് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഒത്തിരിയേറെ സംഭവങ്ങൾ, ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഈ യേശുനാമ ശക്തി പുസ്തകം വഴി തന്നെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ അനുഭവങ്ങൾ ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പലപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത്രമാത്രം
വലിയ അത്ഭുതങ്ങൾ ഈ യേശു നാമശക്തിയിലൂടെ പ്രകടമായിട്ടുണ്ട് എന്ന് പലപ്പോഴും ഓർക്കുകയാണ്. ഒരു സഹോദരിയുടെ സാക്ഷി ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, സരോജിനി എന്ന് പറയുന്ന ഒരു മകള്, ആ മകളുടെ കുട്ടിക്ക് വയ്യാതെ ഇങ്ങനെ ആശുപത്രിയിൽ കിടക്കുകയാണ്. വലിയ സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുന്ന സമയത്ത് ഒരു പക്ഷേ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ആ മകള് ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് ആരോ ഒരു അമ്മച്ചി ആ മകളോട് പറഞ്ഞു, മകൾ നീ ഇവിടെ ഇങ്ങനെ താവളം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. താവളം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുക. അവിടെ ചെന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആരോ ഒരു യേശുനാമ ശക്തിയുടെ പുസ്തകം കൊടുത്തു. അങ്ങനെ മകൾ അത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് ഈ മകളുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ആ പെട്ടെന്ന് തന്നെ ആ മകൾക്ക് മാറ്റമുണ്ടായി. ആ മകൾ പറയാണ്, പിന്നീട് ഒരു ലോഹയൊക്കെ ഇട്ട് ഒരു 10 പേര് അവിടെ ആശുപത്രിയിൽ വന്ന്, അച്ഛന്മാരെ പോലെ 10 പേര് അവിടെ വന്നിട്ട് ആ മകളോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നിൻ്റെ മകള് സുഖപ്പെടുമെന്ന് പറഞ്ഞത്. അങ്ങനെ അതിനുശേഷം പിന്നീട് സൗഖ്യം കിട്ടിയ അനുഭവമൊക്കെ ഓർക്കാണ്. ആ ഒരു സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ഹല്ലേലൂയ. അപ്പോൾ എവിടെയൊക്കെ യേശു നാമം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു അവിടെയൊക്കെ സൗഖ്യം കർത്താവ് നൽകും. യേശു നാമത്തിൻ്റെ ശക്തിയാൽ അവിടെ സൗഖ്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിച്ച മാത്രമല്ല, നമ്മൾ യേശുനാമത്തെക്കുറിച്ച് പറയുമ്പോഴും ഈശോയെക്കുറിച്ച് പറയുമ്പോഴും എല്ലാം അവിടെ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളൊക്കെ സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരിൽ മാറ്റങ്ങൾ വരും, അല്ലെങ്കിൽ അവർക്ക് സൗഖ്യങ്ങൾ ലഭിക്കും. അത് യേശു നാമത്തിൻ്റെ ശക്തിയാലാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഓർക്കുന്നുണ്ട്, ഒരു മിനി എന്ന് പറയുന്ന സഹോദരി, കാളികാവ് എന്ന് വരുന്ന ആ സഹോദരിക്ക് ലങ്സ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആശുപത്രി കിടക്കുകയാണ്. അപ്പോൾ ആ മകൾക്ക് ഇങ്ങനെ ചികിത്സയുടെ സമയത്തൊക്കെ ആ മകള് ഈ അവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത രോഗിയോട് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ മകൾക്ക് സൗഖ്യം കിട്ടി. അതിൽ ഈ പറഞ്ഞുകൊണ്ടിരുന്ന മകൾക്ക് ഓൾറെഡി സൗഖ്യം കിട്ടി. അതിന് ശേഷം ഈ മകള് അടുത്തിരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ ഈ ഒരു രോഗിയോട് ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഈശോയെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് സൗഖ്യം കിട്ടിയെന്നാണ് പറയുന്നത്. ആ ഒരു സഹോദരിക്ക് ആ പറഞ്ഞുകൊണ്ടിരുന്ന ആരോടാണ് പറഞ്ഞിരുന്നത് അവർക്ക് സൗഖ്യം കിട്ടിയ ഒരു സാക്ഷ്യം പറഞ്ഞത് ഓർക്കുകയാണ്. ആ സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമം പറയുന്നിടത്ത് പോലും അവിടെ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ സംഭവിക്കും. യേശുവിൻ്റെ നാമം അത്രമാത്രം ശക്തിയുള്ള നാമമാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ഈ ആദിമ സഭാ സമൂഹത്തിൽ ക്രൈസ്തവ സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഈശോയുടെ നാമത്തിലാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാം നടക്കട്ടെ എന്ന് അവർ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ തിരുവചനം. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ നീട്ടണം. അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥന അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണം. അപ്പോൾ ഈശോയുടെ നാമത്തിലാണ് ആദിമ ക്രൈസ്തവ സമൂഹമൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശു നാമം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ എല്ലാം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, അവരുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. അത് നമ്മൾ പറയുന്നത് അത് യേശു നാമത്തിൻ്റെ ശക്തിയാലാണ്, യേശു നാമത്തിൻ്റെ ശക്തിയാലാണ് അത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യേശു നാമത്തിൽ ഈ രോഗം നീങ്ങിപ്പോട്ടെ, യേശു നാമത്തിൽ രോഗം സൗഖ്യം പ്രാപിക്കും. അങ്ങനെ നമ്മൾ യേശു നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രക്ഷയ്ക്കുള്ള ഏക നാമമാണ് യേശുനാമം. ഈ ലോകത്തിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന നാമമാണ്. ഈ ലോകത്തിൽ ആരൊക്കെ ഉണ്ടോ, ഏത് മതത്തിലുള്ള വ്യക്തിയായാലും ഏത് വിശ്വാസത്തിലുള്ള വ്യക്തിയാണെങ്കിലും ആ വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശുവിലൂടെ മാത്രമാണ് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുപക്ഷെ ആ വ്യക്തി യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ പോലും ആ വ്യക്തി യേശുവിലൂടെയാണ് രക്ഷ പ്രാപിക്കുന്നത്. രക്ഷ പ്രാപിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി രക്ഷ പ്രാപിക്കുന്നത് യേശുവിലൂടെയാണ്. അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരുപക്ഷെ അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർ യേശുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മറ്റു മതത്തിലുള്ള വ്യക്തികളായിരിക്കും, അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർക്ക് ഈശോയെക്കുറിച്ച് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ നമ്മൾ അവരോട് പ്രഘോഷിച്ചില്ല. അതിൻ്റെ ഫലമായിട്ട് ഒരുപക്ഷെ അവർക്ക് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ഈശോ ആഗ്രഹിക്കുന്ന തരത്തിൽ ഈശോയുടെ വചനമനുസരിച്ചാണ്, സ്വാഭാവികമായിട്ടും ഈശോയുടെ വചനമനുസരിച്ചാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവർ രക്ഷ പ്രാപിക്കുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ.
അപ്പോൾ നമുക്കൊരു ബാധ്യതയുണ്ട്, നമുക്കൊരു കടമയുണ്ട്. ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു കടമ അപ്പോഴും നമുക്ക് ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളാണ് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയേണ്ടത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ യേശുവിനെ അറിയുന്നതും അതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കാൻ അവർ പ്രാപ്തരാകുന്നതും അപ്രകാരം അവർ രക്ഷ പ്രാപിക്കാനായിട്ട് കാരണമാകും. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ നാമം വഴിയാണ് ഓരോ വ്യക്തിയും, ലോകത്തിൽ ആരൊക്കെയുണ്ട് അവരെല്ലാവരും രക്ഷ പ്രാപിക്കും. ഈശോയിലൂടെ അല്ലാതെ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി പറഞ്ഞ അനുഭവം ഓർക്കാണ്. അപ്പോൾ ആ സഹോദരി ഒരിക്കൽ ഒരു സഹോദരിയുടെ മകൻ വല്ലാതെ ഒരു രോഗം വന്ന്, വല്ലാത്ത സീരിയസ് ആയിട്ടുള്ള രോഗമാണ്. അപ്പോൾ അങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ആ സഹോദരി തിരുപ്പതി, ആന്ധ്രയിലുള്ള തിരുപ്പതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ തിരുപ്പതി ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ മകൾ ഒരു സ്വരം അങ്ങനെ കേൾക്കുകയാണ്. ഒരു സ്വരം കേൾക്കുകയാണ്, പിതാവ് എനിക്ക് നൽകുന്നവരല്ല എൻ്റെ അടുക്കലേക്ക് വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. പിതാവ് എനിക്ക് നൽകുന്നവരല്ല എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. ഹല്ലേലൂയ. ഈ സഹോദരി ഈ ശബ്ദം കേട്ടു. അപ്പോൾ ഈ സഹോദരിക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ ഈ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. അപ്പോൾ പിന്നീട് ഈ മകൾ വിചാരിച്ചത് എന്താണ്, ഇതൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ അങ്ങ് പിന്നീട് ഈ മകൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഈ മകൾ ആ ഒരു വചനം, ആ മകൾ ആ ഒരു വാക്ക്, ആ ഒരു വാക്ക് അത് വചനത്തിൽ കണ്ടെത്തി. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ കണ്ടെത്തി. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന് 37-ാമത്തെ വാക്യം. അവിടെ വചനം പറയാണ്, ആ വചനമാണ്, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. ആ ഒരു ഹൈന്ദവ സ്ത്രീയാണ്, പക്ഷേ ആ മകള് ബൈബിളിൽ ആ വചനം കണ്ടെത്തി. പിന്നീട് ആ മകള് അങ്ങനെ ഒരു ധ്യാനകേന്ദ്രത്തിൽ ചെന്നു. അവിടെ ചെന്ന് വചനം കേട്ടു. പിന്നീട് വചനം കേട്ടു, ആ മകനെയും കൂട്ടി അവിടെ ചെന്നു. മകന് സൗഖ്യം കിട്ടി. അങ്ങനെ ആ മകള് ഈശോയെക്കുറിച്ച് അറിഞ്ഞു, ഈശോയിൽ വിശ്വസിച്ചു. ആ മകൾ അതുവഴിയായിട്ടൊരു മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായിട്ട് മാറി. ഹല്ലേലൂയ. അപ്പോൾ ഈശോ ഓരോരുത്തരെയും തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. യേശുവിലൂടെ രക്ഷിക്കപ്പെടാനായിട്ട് ഈശോ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്തിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് യേശു എന്ന ഒരേ ഒരു വ്യക്തിയിലൂടെയാണ്. യേശു എന്ന നാമത്തിലൂടെയാണ് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഈശോയിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള വലിയൊരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി യേശുവിൻ്റെ നാമം അറിഞ്ഞ് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷ പ്രാപിക്കും. അതോടൊപ്പം നമ്മുടെ ആത്മാവ് കൂടിയാണ് രക്ഷ പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാനുള്ള വലിയൊരു ബാധ്യത നമുക്കുണ്ട്. യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത് രക്ഷയ്ക്കുള്ള ഏകമായിട്ടുള്ള ഒരു നാമമാണ്. ഒരേ ഒരു നാമമാണ് യേശു നാമം. അതാണ് അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ തിരുവചനം. വചനം പറയുകയാണ്, ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഉറക്കെ പ്രഘോഷിക്കണം. ഈ വചനം നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ, ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ, ആകാശത്തിലെ ഭൂമിയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടില്ല. ഈശോയുടെ നാമം അല്ലാതെ മറ്റൊരു നാമവും നമുക്ക് നൽകപ്പെട്ടിട്ടില്ല, ഇനി നൽകപ്പെടുകയുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കുകയും ചെയ്യണം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ തിരുവചനം. വചനം പറയാണ്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷയ്ക്ക് നൽകപ്പെട്ട നാമമാണ് യേശുനാമം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരൻ ഒരിക്കൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞാണ്. ആ സഹോദരൻ്റെ പേര് ആൻ്റണി എന്നാണ്. അപ്പോൾ ആ സഹോദരൻ താമരശ്ശേരി ഭാഗത്തുള്ളതാണ്. അപ്പോൾ ആ സഹോദരൻ ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒരു കാട്ടാന പെട്ടെന്ന് വന്ന് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹോദരൻ ഇങ്ങനെ പോകുന്ന വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ കാട്ടാന പെട്ടെന്ന് നേരിട്ടിങ്ങ് വരികയാണ്, നേരെ ഇങ്ങ് വരും. അപ്പോൾ ഈ സഹോദരൻ പെട്ടെന്ന് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ ആനയോട് പറഞ്ഞു മാറിപ്പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ആന നേരെ ഇങ്ങോട്ട് ചീറിപ്പാഞ്ഞ് വരും, ഇങ്ങനെ വരികയാണ്. രണ്ടാമത് പിന്നെ ഈ മകൻ ധൈര്യം സംഭരിച്ച് വീണ്ടും പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. അങ്ങനെ വീണ്ടും ആജ്ഞാപിച്ചു. ഹല്ലേലൂയ. പക്ഷേ ആന വീണ്ടും ഒച്ചയെടുത്തിങ്ങ് വരികയാണ്. അപ്പോൾ അവസാനം അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഈ മകന് വേറെ ഒരു സാധ്യതയില്ല. മകൻ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, യേശുവേ എന്ന് ഒറ്റ വിളിയങ്ങ് വിളിച്ചു. ഹല്ലേലൂയ. ഉച്ചത്തിൽ യേശുവേ എന്നൊരു വിളി വിളിച്ചു. ആന ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുന്നതാണ് മകൻ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പോൾ ആ യേശുവിൻ്റെ നാമം വിളിച്ച സമയത്ത് ആന അവിടുന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ആ ഒരു സാക്ഷി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ
ചെമ്പനോട് ഇടവക താമരശ്ശേരി രൂപത. എൻ്റെ പേര് ആൻ്റണി എന്നാണ്, വിളിക്കുന്നത് ബേബി. എനിക്കൊരു ചെറിയ കടയുണ്ട്, പൂഴ്ത്തോട്ടിലാണ് കട, അടുത്ത ഇടവകയിലാണ്. ഞാൻ കഴിഞ്ഞ 18-ാം തീയതി, ഡിസംബർ 18-ാം തീയതി ക്രിസ്മസിൻ്റെ കേക്ക് എടുക്കുവാനായി ഞങ്ങൾക്ക് പെരുവണ്ണാമൊഴി വനത്തിൽ ഒരു 5 കിലോമീറ്റർ വനത്തിലൂടെ വേണം പോകാൻ. ഞാൻ പള്ളി കഴിഞ്ഞ് ഒരു 7:45 കടന്ന് ആ സ്കൂട്ടറിന് വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും തിരിച്ചു വരുന്നവർ, അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവർ പറയുന്നുണ്ട് കാട്ടാനയുണ്ട് സൂക്ഷിക്കണമെന്ന്. ഞാൻ പോകേണ്ട തിരക്ക് കാരണം ഞാൻ കടയിലെത്തേണ്ടതായതുകൊണ്ട് പതിയെ നോക്കി അങ്ങോട്ട് പോയി. വഴിക്ക് 2 പേരുണ്ടായിരുന്നു, അവരവിടെ വാഹനം നിർത്തിയിട്ടു, സ്കൂട്ടർ നിർത്തിയിട്ടു. ഞാൻ ചോദിച്ചു ആനയുണ്ടോ? ഉണ്ടെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പതിയെ ചെന്നു. ശകലം മുന്നോട്ട് മാറി ഒരു വളവ് തിരിയുകയും ഒരു കാട്ടാന കുറച്ച് മുകളിൽ നിന്ന് കണ്ടത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു, വലതുവശത്തു നിന്ന്. ഞാൻ ആ വാഹനം അവിടെ നിർത്തിയിട്ടു. ഇതപ്പുറം കിടക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ശകലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് CPCRIയുടെ ഒരു മതിൽ അവിടെ ഉണ്ട്, അതിനപ്പുറം കിടക്കാനാകുകയില്ല. ഞാൻ നിൽക്കുന്നതിന് 10-20 അടി 10-20 മീറ്റർ അകലത്തിലാണ് അതിനിപ്പുറം കിടക്കാൻ പറ്റുകയുള്ളൂ. പറഞ്ഞ നേരം കൊണ്ട് ഞാൻ വാഹനം വന്നാൽ പുറകോട്ടെടുക്കാൻ നോക്കി തിരിക്കാനായിട്ട്. അപ്പോൾ അത് ചിഹ്നം വിളിച്ചുകൊണ്ട് എൻ്റെ നേരെ വന്നു. എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ആദ്യമേ ഞാൻ ഇതിനോട് പറഞ്ഞു, എടുക്കാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു യേശുനാമത്തിൽ വഴി മാറി തരിക. അപ്പോൾ അതേ സ്പോട്ടിൽ തന്നെ ഇച്ചിരി നേരം അതവിടെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ രക്ഷപ്പെടും, ഇത് മാറുമായിരിക്കുമെന്ന്. ശകലം കഴിഞ്ഞപ്പോൾ അതിലും സ്പീഡിൽ എൻ്റെ അടുത്തോട്ട് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു നിന്നോടല്ലേ പറഞ്ഞ് യേശുനാമത്തിൽ വഴി മാറി തരിക എന്ന്. അപ്പം മുന്നിലൊരാൾ സ്കൂട്ടിക്ക് വന്നു. അയാളൊന്ന് ഓണടിച്ചു, അങ്ങോട്ടൊന്ന് തിരിഞ്ഞേച്ച് അതിലും സ്പീഡിൽ തന്നെ എൻ്റെ അടുത്തോട്ട് വന്നു. എൻ്റെ അടുത്തെത്താറായി. 2 പേര് പുറകിൽ, ഒരാൾ മുന്നിൽ നോക്കി നിൽക്കുകയാണ്. ആന എന്നെ പിടിക്കും, ഞാൻ മരിക്കും എന്നുള്ള എനിക്ക് പൂർണ്ണ ബോധ്യമായി. ഞാൻ എൻ്റെ വലത് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ചു. ഈശോയെ എന്നൊരൊറ്റ കാർച്ചയാണ്. ഈ കാർച്ച 2 സെക്കൻഡ് നേരം കൊണ്ട് ആനയ്ക്ക് വേദനയാകുന്ന പോലെ ആനയൊന്ന് കരഞ്ഞു. അപ്പോൾ ഞാൻ കണ്ണു തുറന്നു, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, ഇതെന്താ കഥ? അപ്പോൾ ആന കാറിക്കൊണ്ട് കണ്ടത്തിൽ കൂടെ ചാടി ഓടി രക്ഷപ്പെട്ടു. ഞാൻ അവിടുന്ന് കടയിൽ പോയി സാധനം വാങ്ങി. എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. ഞാൻ തിരിച്ചു പോന്നു. ഇത് 50-ാമത്തെ പ്രാവശ്യമാണ് സിഹ്യോനിലേക്ക് വരുന്നത്. 50-ാമത്തെ പ്രാവശ്യം വരുവാൻ ദൈവം എന്നെ അനുവദിച്ചു. 50 ആദിവള്ളി അനേക ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 160 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നും 14 പേര് ഞങ്ങളുടെ ഒപ്പമുണ്ട്. വളരെ സന്തോഷം. ദൈവം തന്ന ആയുസ്സിന് ഞാൻ നന്ദി പറയുന്നു. കടന്നു വരുവാൻ സാധിച്ചതിനും ഈ അൾത്താരയിൽ നിൽക്കാൻ സാധിച്ചതിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിന്റെ ശക്തി അല്ലേ ശരിക്കും അതായത് ആ സമയത്ത് എല്ലാം കൈവിട്ടു. വണ്ടി തിരിക്കാൻ പറ്റത്തില്ല. ആന ചീറി അങ്ങോട്ട് പോകുന്നു. ആനയ്ക്ക് വഴിയില്ല, നിവൃത്തിയില്ല. അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വണ്ടി, ഇങ്ങോട്ട് പോയി ഇവിടെ വണ്ടി, മുകളിൽ വരെ മതിൽ കെട്ടിയിരിക്കണം. ആന ആകെ പരിഭ്രാന്തചിത്തനാണ്. പക്ഷേ ഇദ്ദേഹം അതിനേക്കാൾ പരിഭ്രാന്തചിത്തനായി. നേരെ ഇങ്ങോട്ട് വരികയല്ലേ, മരിക്കുമെന്നോർത്ത് ഈശോയെ വിളിച്ച് കരഞ്ഞതാ. ഈശോയെ മരിക്കാൻ എല്ലാം കൈവിട്ടു എല്ലാം 2 പ്രാവശ്യം സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ ഒറ്റ വിളിയാണ്. ആ സമയത്ത് പിന്നെ വേറൊന്നും നോക്കാനില്ല. കൂട്ടത്തിൽ പുറകിലുണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഒന്നും ശബ്ദിക്കുക പോലും ചെയ്യും, ഞങ്ങൾക്ക് മിണ്ടാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞു. ഞാൻ ആ പള്ളിയിൽ നിന്ന് കഴിഞ്ഞിറങ്ങി പോകുന്നപ്പം തന്നെ ആനയുണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിൽ ഈശോയെ സൂചിച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. ഇത് നിങ്ങൾ കേൾക്കണം. ഇത് നിസ്സാര കാര്യമല്ല. ആന ഓടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നാൽ ആ പില്ലറിന്റെ അത്രയും ദൂരത്തും അല്ല. എവിടം വരെ എത്തിയെന്നറിയോ? എത്ര ദൂരം അടുത്തെത്തി? എന്റെ വളരെ അടുത്ത് ഒരു ചുവട് വെച്ചാൽ എന്നെ പിടിക്കാവുന്ന ദൂരത്തിലെത്തി. അതായത് ഈ ചേട്ടന് ഞാൻ 5 അടി ദൂരത്തിലെത്തി അല്ലേ? അതെ. അപ്പോഴാണ് നമ്മളെ പിടിക്കും. മരണം ഞാൻ കണ്ണിൽ കണ്ടു. മരിക്കുമെന്നുള്ള സ്ഥിതിയിലാണ് ഈശോയെ വിളിക്കുന്നത്. ശരിക്കും തുമ്പിക്കൈ ഒന്ന് നീട്ടിയാലേ ഈ ചേട്ടന്റെ തലയിലാണ് തുമ്പിക്കൈ. അതുപോലെ അടുത്ത് ആനയുടെ മണടിച്ചിട്ട് പോലും ഈ ചേട്ടൻ വറച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഈശോയെ 50-ാമത്തെ ആഴ്ചയെങ്കിൽ 50-ാമത്തെ പ്രാവശ്യമെങ്കിലും എന്നെ സെഗിയോണിൽ കൊണ്ടുപോകാൻ എനിക്കൊരു അവസരം തരണേ. ആ വിളി മനസ്സിലോർത്തു. ഞാൻ 50-ാമത്തെ പ്രാവശ്യം പോവുകയാണല്ലോ, എനിക്ക് മനസ്സിൽ എത്താൻ പറ്റുകയില്ല, സാധിക്കുകയില്ല, എല്ലാം തീർന്നെന്നുള്ള അവസ്ഥയിലാണ് ഈശോയെ ഞാൻ വിളിച്ചത്. കൈ നീട്ടിയാൽ തുമ്പിക്കൈ നീട്ടിയാൽ ഇയാളെ പൊക്കിയെടുത്തോണ്ട് പോവാ. അതേപോലെ അടുത്തെത്തി.
അന്നേരം എനിക്ക് ഭയമൊന്നും തോന്നിയില്ല. പിന്നെ വീട്ടിൽ വന്ന് കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയെടുക്കാനാകുന്നില്ല, ഒന്നും ചെയ്യാനാകുന്നില്ല. ഈ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എനിക്കതുകൊണ്ട് വിളി വിളിച്ചപ്പോ ഈ യേശുവേ എന്ന് വിളി കഴിഞ്ഞ് കുറച്ചു നേരം കണ്ണടച്ചിരുന്നല്ലേ? കണ്ണടച്ചോണ്ടാ യേശു എന്ന് വിളിച്ചത്. മരിക്കാൻ പോവുക, കാണണ്ടല്ലോ എന്ന് ഓർത്തു. ഇതെന്നെ കൊല്ലുക, എനിക്ക് കാണണ്ടല്ലോ, ഞാനിത് കാണണ്ടല്ലോ എന്ന് ഓർത്ത് കണ്ണടച്ചു. അപ്പൊ അങ്ങനെ കണ്ണടച്ച് യേശുവേ എന്ന് ഉച്ചത്തിൽ വിളിച്ച് നോക്കപ്പോ ആനയ്ക്ക് വേദനിച്ച പോലെ കരഞ്ഞു. പീന്നും പറഞ്ഞൊരു ശബ്ദം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്നാ പറ്റി, ഇതിനെന്നാ പറ്റിയെന്ന് ഞാൻ അപ്പൊ കണ്ണു തുറന്നു നോക്കി. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരിറങ്ങി 2 അടി കൊടുത്ത് ആനയ്ക്കട്ടെ. ആന കാറിക്കൊണ്ട് കണ്ടത്തിൽ കൂടെ ചാടി ഓടി. അപ്പോൾ എന്ത് ചെയ്തു? ആന വന്ന വഴിയെ വാണ വിട്ടതുപോലെ കാറി കൂവി ചാടി മറിഞ്ഞ് ഓടി രക്ഷപ്പെട്ടു. ആന ഓടി രക്ഷപ്പെട്ടു. നിങ്ങളവിടെ ഇരിക്കും. നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ, യേശുവിൻ്റെ നാമം, യേശുവിനെ വിളിക്കുക, പിന്നെ അതുപോലെ തന്നെ സഭ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ തക്ക സമയത്ത് അത് വർക്ക് ചെയ്യും. ഖത്തർ എയർപോർട്ടിൽ വെച്ച് വർക്ക് ചെയ്തില്ലേ? കേട്ടിട്ടില്ല നിങ്ങൾ? നേരത്തെ വന്നാൽ ഇതൊക്കെ കേൾക്കുള്ളൂ. പ്രധാന കാര്യങ്ങളൊക്കെ 7 മണിക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഖത്തർ എയർപോർട്ടിൽ വെച്ച് ആ സമയത്ത് ദൈവവചനം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചു. അതുപോലെ ഈ നിർണായക സമയത്ത് മരണം നേർക്കുനേർ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ദൈവവചനം ഇറങ്ങി വന്ന് പറഞ്ഞു, യേശുവിനെ വിളിക്കാൻ പറഞ്ഞു. ഈ മനുഷ്യൻ കാറി, കാരണം 50 ആദ്യ വെള്ളിയാഴ്ചകളിൽ ഇവിടെ ആളുകളെ കൂട്ടി വന്ന് വചനം കേട്ട ഓർമ്മയുണ്ട്. ദൈവം അനുഗ്രഹിച്ചു. യേശുവിൻ്റെ ഉന്നത നാമം, ശ്രീയേശു നാമം, അതിശയ നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. യേശു നാമം, അതിശയ നാമം, നാമം. യേശു നാമം, അതിശയ നാമം, നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തീരും വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തീരും വല്ലഭത്വമുള്ള നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമം അത്രമാത്രം പവർഫുള്ളാണ്. നമ്മുടെ രക്ഷയ്ക്ക് ഈശോ നൽകിയിട്ടുള്ള നാമമാണ് ഈശോയുടെ നാമം. ഇവിടെ നമുക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ട ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. നമ്മൾ യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ അവിടെ വലിയ ദൈവ സാന്നിധ്യം പ്രകടമാകും. ഈശോയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടും. കാരണം ഈശോയുടെ നാമവും യേശു എന്ന വ്യക്തിയും 2 അല്ല, മറിച്ച് 1 ആണ്. ഹല്ലേലൂയ. യേശു എന്ന നാമവും യേശു എന്ന വ്യക്തിയും 2 അല്ല, മറിച്ച് 1 ആണ്. നമ്മൾ യേശു നാമം വിളിക്കുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അത് ഒത്തിരിയേറെ പേരുടെ അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കും അവിടെ ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് അവിടെ വരുന്നത്. ഇപ്പോൾ ഈ മനുഷ്യൻ അവിടെ യേശു എന്ന് വിളിച്ച സമയത്ത് അവിടെ ഈശോയുടെ സാന്നിധ്യം അവിടെ വന്നു. അല്ലെങ്കിൽ വലിയൊരു അനർത്ഥം, വലിയൊരു ദുരന്തത്തിൽ നാം മകൻ രക്ഷപ്പെടുകയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പപ്പ പറഞ്ഞൊരു സംഭവം ഓർക്കാണ്. എൻ്റെ പപ്പ, എൻ്റെ ചെറുപ്പമാണ്. അപ്പോൾ പപ്പ ഒരിക്കലും ഇങ്ങനെ രാത്രി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലാണ്, പപ്പ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞാണ്. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പപ്പ പറയണം, ആ സമയത്ത് ഈ പപ്പ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബസ് നിയന്ത്രണം വിട്ട് മറിയാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ബസ് ഇങ്ങനെ നിയന്ത്രണം വിട്ട് മറിയാൻ പോകുന്നു. നല്ല സ്പീഡിലാണ് ബസ് പോകുന്നത്. നിയന്ത്രണം വിട്ട് മറിയാൻ പോകുന്ന സമയത്ത് വണ്ടി മറിയാൻ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ പപ്പ പെട്ടെന്ന് യേശുവേ എന്ന് ഒറ്റ വിളിയാണ്. ഹല്ലേലൂയ. അവിടെ വണ്ടിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പപ്പ ഇങ്ങനെ മറയുമെന്ന് തോന്നി ആ സമയത്ത് തന്നെ പപ്പ യേശുവേ എന്ന് ഒറ്റ വിളി അങ്ങ് വിളിച്ചു. അത് പപ്പ പറയുകയാണ്, ആ സമയത്ത് വണ്ടി അവിടെ നിന്നു. ഹല്ലേലൂയ. ആ വണ്ടി അവിടെ നിന്നു എന്നാണ് പപ്പ പറയുന്നത്. അപ്പോൾ യേശുവേ എന്ന് വിളിച്ച സമയത്ത് വണ്ടി അവിടെ നിന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഈശോയുടെ സാന്നിധ്യം അവിടെ വരും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഇതിനു മുമ്പത്തെ ഇവിടുത്തെ ഡയറക്ടറായിരുന്ന ജോസ് ആലയ്ക്ക് കുന്നിലച്ചൻ, അച്ഛൻ സെയ്യം ധ്യാനത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അച്ഛൻ ഇപ്പോൾ ഈ
ജഗദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ രൂപതയിലാണ് അച്ഛൻ മിഷൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛന് രൂപതയിൽ നിന്ന് രൂപത ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം യാത്ര ചെയ്യണം. അച്ഛൻ അങ്ങനെ ഒരു ദിവസം രാത്രി അച്ഛൻ്റെ വാഹനത്തിന് കാറിന് അച്ഛൻ്റെ ഈ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തേക്ക് അച്ഛൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ രാത്രി പോകുന്ന സമയത്ത് അച്ഛൻ നല്ല ഉറക്കക്ഷീണമുണ്ട്. അച്ഛൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി അച്ഛൻ ഉറങ്ങിപ്പോയി. വണ്ടി പെട്ടെന്ന് ചെന്നിട്ട് ഇടിച്ച് മറിഞ്ഞ് ഒരു മരത്തിനെ ഒന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച് തകർന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ വണ്ടി ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായി. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരാൾ ഉണ്ടായിരുന്ന ആൾ ജീവിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ വണ്ടി തകർന്ന് തരിപ്പണമായി. പക്ഷേ അച്ഛൻ ഒരു പോറൽ പോലും ഏറ്റില്ല. ഹല്ലേലൂയ. വണ്ടി ഇടിച്ച് മറിഞ്ഞ് അങ്ങനെ ചെന്ന് വണ്ടി തവിട് പൊടിയായി. പക്ഷെ അച്ഛൻ ഒരു പോറൽ പോലും സംഭവിച്ചു. അച്ഛൻ പറയാണ്, ഞാൻ യേശുവേ എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ ഉറക്കത്തിലായിരുന്നു, പക്ഷേ പെട്ടെന്ന് വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ യേശുവേ എന്ന് വിളിച്ചത് ഓർമ്മയുണ്ട്. അച്ഛൻ പറയാണ്, അച്ഛൻ ഒരു പോറൽ പോലും സംഭവിച്ചില്ല. വണ്ടി അതുപോലെ തകർന്ന് തരിപ്പണായി, പക്ഷെ അച്ഛൻ ഒരു പോറൽ പോലും ഏറ്റില്ല. ഹല്ലേലൂയ. അച്ഛൻ പറയണം, അച്ഛൻ യേശുവേ എന്ന് വിളിച്ചത് അച്ഛന് ഓർമ്മയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈശോയുടെ നാമം വിളിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രകടമാകും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് യേശു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കാണ് യേശു എന്ന നാമം ഉരുവിടുന്നതൊക്കെ നല്ലതാണ്. യേശു എന്നൊക്കെ പറഞ്ഞ് ഉരുവിടുന്നതൊക്കെ നല്ലതാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈശോയുടെ സാന്നിധ്യം നമുക്ക് കിട്ടും. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ കോതമംഗലം രൂപതയിൽ ഈശോ എന്ന് പറയുന്ന ഈശോച്ചൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് ശരിക്കും ജോർജ് എന്നാണ് തോന്നുന്നു. അച്ഛൻ്റെ പേര് ജോർജ് എന്നാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഈശോ 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 എന്ന് പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. എപ്പോഴും അച്ഛൻ ഈശോ ഈശോ. കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ വിളിച്ച് ഈശോ. അച്ഛൻ കുട്ടികളെ ഈ സക്രാരിയുടെ അവിടെ കൊണ്ടുപോയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് പറയും ഈശോ 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 എന്ന് പറയും. ഹല്ലേലൂയ. അപ്പം അങ്ങനെ എപ്പോഴും ഈശോയെ നാമം ഉച്ചരിക്കുന്ന ഒരു അച്ഛനെ ഞാൻ പലപ്പോഴും അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല അത്ഭുതങ്ങളും നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ ഒരിക്കൽ ഒരിടവകയിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര കാട്ടാനയുടെ ശല്യമാണ്. അപ്പോൾ അങ്ങനെ കാട്ടാനയുടെ ശല്യമായപ്പോൾ അവിടെയുള്ള ഇടവക്കാരൊക്കെ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഭയങ്കര ശല്യമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇടവക്കാർ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇന്ന സ്ഥലത്ത് ആന വന്നിട്ടുണ്ട്. അപ്പോൾ ആ ജനങ്ങളൊക്കെ അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആ മനുഷ്യൻ്റെ കൂടെ പോയി. അവിടെ ചെന്ന് ഈ ആനയുള്ള സ്ഥലത്ത് ചെന്നിട്ട് അച്ഛൻ ഈ ആനയോട് പറഞ്ഞു, ആന നീ എന്തിനാണ് ഈ ജനത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നിന്റെ സ്ഥലം കാടല്ല. ഈശോയുടെ നാമത്തിൽ നീ കാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഈശോയുടെ നാമത്തിൽ നീ കാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആ ആന അവിടെ നിന്ന് പോയി. പിന്നീട് ഒരിക്കലും ആന അവിടെ വന്ന ജനത്തെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അങ്ങനെ അതുപോലെ ഈശോയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ ഈശോയുടെ നാമം ശരിക്കും ചെയ്യുന്നൊരു അച്ഛനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട്, അച്ഛൻ അപ്പോൾ ഈശോയുടെ സാന്നിധ്യം അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് അച്ഛന് വലിയൊരു വിശ്വാസമുണ്ട്. ഞാൻ ഓർക്കാണ്ട് ഒരിക്കലും അച്ഛൻ കോതമംഗലം നമ്മുടെ ആരക്കുഴ ഫൊറോനപ്പള്ളിയിൽ അച്ഛനൊരു ദിവസം ഒരു കല്യാണത്തിന് വേണ്ടി വന്നു, കല്യാണം കെട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നു. എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഞാൻ സെമിനാരിയിൽ ചേർന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് കുർബാനയ്ക്ക് കൂടാനൊക്കെ അത്ര പരിചയമില്ല. ഞാൻ സെമിനാരി വന്ന ശേഷമാണ് കുർബാനയ്ക്ക് കൂടാനൊക്കെ പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു ഈ കുർബാനയ്ക്ക് കൂടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ അന്ന് കോതമംഗലം രൂപതയുടെ ഇന്നത്തെ പിതാവാണ് അന്ന് അവിടെ വികാരിയായിട്ടുള്ളത്, മർത്തങ്കണ്ഠൻ പിതാവാണ്. അപ്പോൾ ഞാനിങ്ങനെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് കുർബാനയ്ക്ക് കൂടാനൊന്നും അറിയത്തില്ല, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഈശോച്ചനല്ല കൂടെയുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർക്കാണ്, ഞാൻ ആ കുർബാനയ്ക്ക് കൂടിയതിന് ശേഷം എനിക്ക് ആ സമയത്തൊന്നും എനിക്കൊരു ഭയവും എനിക്ക് തോന്നിയില്ല. അതിനുശേഷം കുർബാന കഴിഞ്ഞ് ഞാൻ ഈ അച്ഛൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ഈ ഈ പള്ളിമുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ അച്ഛൻ പെട്ടെന്ന് ഈ പള്ളിമുറിയുടെ അടുത്തുള്ള ചെറിയൊരു സ്റ്റെപ്പ്, ആ സ്റ്റെപ്പെ തട്ടി അച്ഛൻ ഇങ്ങനെ വീഴാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛാന്ന് പറഞ്ഞ് പിടിക്കാൻ ചെല്ലുക. അച്ഛൻ പെട്ടെന്ന് കുഴപ്പമില്ല, ഈശോ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ അച്ഛനെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് അച്ഛൻ പറയാണ്, പേടിക്കണ്ട, ഈശോ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഓരോ നിമിഷവും ഈശോയുടെ നാമം അച്ഛൻ ഇങ്ങനെ ഉച്ചരിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഈ അച്ഛനിങ്ങനെ ഒരു ഇടവകയിലിരിക്കുമ്പോൾ അച്ഛനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ അടുത്ത ഇടവകയിലേക്ക്, അച്ഛൻ 2 ഇടവകയുണ്ട്, അപ്പോൾ അടുത്ത ഇടവകയിലേക്ക് അച്ഛൻ ഇങ്ങനെ നടന്ന് യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പോൾ സാധാരണ അച്ഛൻ പോകുമ്പോൾ അച്ഛൻ കുറച്ച് നേരം അങ്ങനെ നടന്ന് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്ന് വേറൊരു ബസ്സിന് കയറിയാണ് അച്ഛൻ ഇങ്ങനെ ഈ അടുത്ത ഇടവകയിലേക്ക് പോകാറുള്ളത്. അപ്പോൾ അച്ഛൻ ദൂരെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ബസ്സുകാർ കണ്ടു കഴിഞ്ഞാൽ ബസ് അവിടെ നിർത്തി അച്ഛൻ വരുന്നവരെ വെയിറ്റ് ചെയ്ത് അച്ഛനെ കയറ്റിക്കൊണ്ടാണ് ബസ്സുകാർ പോവാറ്.
പക്ഷെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ കുർബാന കഴിഞ്ഞ് കുറച്ച് താമസിച്ച് അച്ഛൻ ഇങ്ങനെ നടന്നു വരുന്നത്, അച്ഛൻ ദൂരെയാണ്. ഈ ബസ്സുകാർക്ക് പോകാനുള്ള ധൃതിയുള്ളത് കൊണ്ട് ബസ്സുകാർ അച്ഛനെ കണ്ടിട്ടും നിർത്താതെ അവർ യാത്ര ചെയ്ത് പോയി. ഹല്ലേലൂയ. ബസ് മുന്നോട്ട് പോയി. അപ്പോൾ അച്ഛൻ ഇത് കണ്ടിട്ട് അച്ഛൻ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. വേറെ ബസ്സൊന്നും കാണാത്തോണ്ട് അച്ഛൻ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് അച്ഛൻ നടന്ന് തന്നെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അച്ഛൻ കണ്ടത് ഇതാണ്. ഈ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഈ അച്ഛനെ കയറ്റാതെ പോയ ബസ് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഈ ബസ് അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കണം. പക്ഷേ അച്ഛൻ ഈ ബസ്സുകാരെ കണ്ടിട്ട് അച്ഛൻ മുന്നോട്ട് മൈൻഡ് ചെയ്യാതെ അച്ഛൻ പോയി. കുറച്ച് ദൂരം അവിടെ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ബസ്സുകാർ വേഗം ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ വണ്ടിയെ കയറച്ചാ, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, വണ്ടിയെ കയറാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് മെക്കാനിക്കൽ പ്രോബ്ലം ആണ്, നിങ്ങൾ മെക്കാനിക്കിനെ വിളിക്കാൻ പറഞ്ഞു. ഇത് മെക്കാനിക്കൽ പ്രോബ്ലം ആണ്, നിങ്ങൾ മെക്കാനിക്കിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ പ്ലീസ് അച്ഛാ വണ്ടിയെ കയറച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ വണ്ടിയെ കയറാമെന്ന് പറഞ്ഞു. അച്ഛൻ വന്ന് ഈ ബസ്സിൽ കയറിയത് വണ്ടി സ്റ്റാർട്ടായി. ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അത്രമാത്രം ഈശോയിൽ ആശ്രയിക്കുക, അതുപോലെ തന്നെ ഈശോയുടെ നാമം അച്ഛൻ ഉരുവിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ ആ ഒരു ഈശോയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് അവിടെ ഇടവകയിലുള്ളൊരു ചേട്ടൻ്റെ പോത്ത് കയറും പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പോത്ത് കയറ് പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ചേട്ടൻ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്, അച്ഛാ എൻ്റെ പോത്ത് കയറ് പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അത് ഇവിടെ വന്നിട്ട് നീ പറഞ്ഞിട്ട് എന്താ കാര്യം, നീ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അച്ഛാ അത് കാട്ടിലേക്കാണ് പോയിരിക്കുന്നത്, ഞാൻ ഇവിടെ പോയി അന്വേഷിക്കാനാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ പോയി ഒരു കയറ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ ചേട്ടൻ പോയി ഒരു കയറ് മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ഈ കയറ് ആസ്വദിച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഈ ചേട്ടനോട് പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി അങ്ങ് തൊഴുത്തിൽ കെട്ടിയാൽ മതി. അങ്ങനെ ഈ ചേട്ടൻ ആ കയറ് മേടിച്ചുകൊണ്ട് പോയി അത് തൊഴുത്തിൽ കെട്ടി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് ഇതാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ കയറും പൊട്ടിച്ചുകൊണ്ട് പോയ പോത്ത് വന്ന് തൊഴുത്തിൽ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഈ ചേട്ടൻ നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ പോത്ത് തൊഴുത്തിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ അച്ഛൻ അതേപോലെ ഈശോയിൽ ആശ്രയിക്കുന്നതുകൊണ്ട് ഈശോയുടെ നാമം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്. ഹല്ലേലൂയ. അച്ഛൻ എന്ത് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കുകയാണ്. അച്ഛൻ എന്ത് ചെയ്താലും അത് അനുഗ്രഹമായിട്ട് മാറുവാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ നാമം നമ്മളിങ്ങനെ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത്, ഈശോയുടെ നാമം നമ്മൾ വിളിച്ചുകൊണ്ട് നടക്കുന്നതൊക്കെ നല്ലതാണ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോയുടെ നാമം എന്ന് പറയുന്നത് നമ്മൾ രക്ഷിക്കുന്ന നാമമാണ്, നമുക്ക് രക്ഷ നൽകുന്ന നാമമാണ് ഈശോയുടെ നാമം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വചനം പറയുകയാണ്, സകലത്തിൻ്റെ മേലും അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെയും മേൽ അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ. നമ്മുടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായ എല്ലാ നാവുകളും ഏറ്റു പറയുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാ നാമങ്ങൾക്കും ഉപരിയായിട്ടുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. എല്ലാറ്റിൻ്റെ മേലും അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ പ്രാർത്ഥിക്കാനും, യേശുവിൻ്റെ നാമത്തിൽ വേണം നമ്മൾ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അവർക്ക് പരാജയം നേരിടേണ്ടി വരില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയുടെ നാമത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമം ഈ ലോകത്തിൽ നമുക്ക് നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ്. നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക നാമം യേശുനാമം. ആ നാമത്തിന് എല്ലാ തിന്മകളുടെ മേൽ അധികാരമുണ്ട്. പിശാചിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം. എല്ലാ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള, പ്രപഞ്ച ശക്തികളുടെ മേൽ അധികാരമുള്ള നാമമാണ് യേശുനാമം.
അതുകൊണ്ട് യേശുവിൻ്റെ നാമം എവിടെയൊക്കെ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അവിടെ അവിടുത്തെ ശക്തി പ്രകടമാകുന്ന വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് വിളിച്ചപേക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു നാമം, നമുക്ക് വിശ്വസിച്ചാൽ ലജ്ജിക്കാൻ പറ്റാത്ത വിധം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശു നാമമാണ്. ഈ ലോകത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് ഈ യേശു എന്ന ഒരേ ഒരു നാമത്തിലൂടെയാണ്, യേശു എന്ന വ്യക്തിയിലൂടെയാണ്. അപ്പോൾ ആ യേശു എന്ന വ്യക്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് പ്രകടമാകും. യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കും. അതാണ് ലോകത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ളത്. ആദ്യമേ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ മുതൽ ഇന്നും സഭയിൽ നിലനിൽക്കുന്ന വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അത് സംഭവിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. പിശാചിൻ്റെ മേലും രോഗത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ശാപത്തിൻ്റെ മേലും എല്ലാ ആധിപത്യങ്ങളുടെ മേലും പ്രപഞ്ച ശക്തികളുടെ മേലും എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ള ഒരേ ഒരു നാമം അത് യേശു നാമമാണ്. ആ നാമം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട്, ആ നാമത്തെ ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഒന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദാസന്മാരെല്ലാവരും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇപ്പോൾ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. സ്വർഗം തുറക്കപ്പെടുന്ന നാമമാണല്ലോ അവിടുത്തെ നാമം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ചോദിക്കുന്നത് എന്തും ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ദാസർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഇവിടെ കുടുംബങ്ങളിലേക്ക് വ്യക്തി ജീവിതങ്ങളിലേക്കും കർത്താവേ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കൈകളടിച്ച് പാടി ആരാധിക്കുന്നു. യേശു നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, യേശു നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പാടി ആരാധിക്കുന്നു. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. കൈകളടിച്ച് ശക്തിയോടെ കൈകളടിച്ച്. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. പാപപരിഹാരത്തെ പാതകരത്തെ പാപം മോചിക്കാൻ നൽകുന്ന നാമം. പാപപരിഹാരത്തെ പാതകരത്തെ ആയിരത്തിൽ വന്ന നാമം. പാപപത്ര ജീവിതത്തിൽ പാതകയെ കാട്ടിത്തന്നു പാവന പുണ്യനാമം. പാവന ജീവിതത്തിൽ പാതകയെ കാട്ടിത്തന്നു പാവന പുണ്യനാമം. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ ഇവരുടെ ശരീരങ്ങളും ആത്മാവിന്റെ ആധിപത്യവും എല്ലാ പൈശാചിക പീഡകളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗപീഠകൾ, പൈശാചിക സ്വാധീനങ്ങൾ, അന്ധകാര ശക്തികൾ, രോഗപീഠകൾ യേശു നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനസ്സിന്റെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ, വിഷമങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശ, ഭയം, ഉത്കണ്ഠ യേശു നാമത്തിൽ വിട്ടുമാറിപ്പോട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. കൈകളടിച്ച് പാടി പാടി ആരാധിക്കുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം മറ്റും നാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം മറ്റും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമുമ്പിൽ വന്നടക്കമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങുന്ന തിരുമുമ്പിൽ വന്നടക്കമുള്ള നാമം. കൈകൾ ഉയർത്തി അടിച്ച്. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം, വേളയടിക്കുന്ന നാമം. യേശുനാമം അതിശയനാമം,
യേശുനാമം അതിശയനാമം